Welcome guys, welcome to the second session of Chapter 2, Theory of Consumer Behavior. First session we utility എന്താണെന്ന് പഠിച്ചു, total utility, marginal utility, ഇതൊക്കെ എന്താണെന്ന് നമ്മൾ പഠിച്ചു. So now we are looking into demand. About demand we will learn further in the coming chapter, further in the same chapter itself. ഈ ചാപ്റ്ററിൽ തന്നെ ഡിമാൻഡിനെ കുറിച്ച് നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പഠിക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ ഡിമാൻഡ് ഒന്ന് ചെറുങ്ങനെ തുടങ്ങി വെക്കുകയാണ്. So that what do you mean by demand? Colloquially we may speak that demand. ആ സാധനത്തിന് ഡിമാൻഡ് ഉണ്ട്, ഈ സാധനത്തിന് ഡിമാൻഡ് ഇല്ല. So what do you mean by that? അതായത് ആ സാധനം വാങ്ങാൻ ആളുണ്ട് എന്നൊരർത്ഥമാണ്. അതായത് ആ സാധനം വാങ്ങാൻ ആളുണ്ട്. So there is someone to buy that good. So then we say that demand. നമ്മൾ എപ്പോഴാണ് ഒരു ഗുഡ് ഡിമാൻഡ് ചെയ്യുന്നത്? See, നമ്മളൊരു ഗുഡ് ഡിമാൻഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് വേണം? വി ഷുഡ് ഹാവ് എ ഡിസയർ ടു ബൈ ദാറ്റ് ഗുഡ്. നമുക്ക് ആ ഗുഡ് വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹം വേണം. വി ഷുഡ് ഹാവ് എ ഡിസയർ ടു ബൈ ദാറ്റ് ഗുഡ്. എനിക്കൊരു പെന്ന് വേണമെന്നുണ്ട്. സോ എനിക്ക് പെന്ന് വേണമെന്നൊരു ആഗ്രഹമുണ്ട്. ബിക്കോസ് എൻ്റെ പെന്ന് വാങ്ങാൻ എൻ്റെ ആവശ്യമാണ്, ചോക്ക് വാങ്ങാൻ എൻ്റെ ആവശ്യമാണ്. ഈ ചോക്ക് വാങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സോ നമുക്ക് ആഗ്രഹമുള്ളതെല്ലാം നമുക്ക് ഡിമാൻഡ് ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഐ ഹാവ് എനിക്കൊരു ലംബോർഗിനി വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. സോ വി കനോട്ട് സേ ദാറ്റ് ഐ എം ഡിമാൻഡിങ് എ ലംബോർഗിനി ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് ദ മണി. സോ വി ഷുഡ് ഹാവ് ദ എബിലിറ്റി ടു ബൈ ദാറ്റ് ഗുഡ്. എബിലിറ്റി വേണം, എബിലിറ്റി ഷുഡ് ബി ദർ. നമ്മൾ ചില കാര്യങ്ങളുണ്ടാവും, നമുക്ക് എന്താവും, ആഗ്രഹം ഉണ്ടാവും, എബിലിറ്റി ഉണ്ടാവും. എനിക്കിപ്പോൾ ഒരു കിൻഡർ ജോയ് വാങ്ങണമെന്നുണ്ട്. കിൻഡർ ജോയ് നമ്മളെ കുട്ടികളെല്ലാം കളിക്കുന്ന കിൻഡർ ജോയ്. സോ കിൻഡർ ജോയ് വാങ്ങാനുള്ള ആഗ്രഹം ഉണ്ടോയെന്ന് വെച്ചാലുണ്ട്. ഡു ഐ ഹാവ് ദ മണി വിത്ത് മീ ഓർ ഇനഫ് ആം ഐ ഏബിൾ ടു ബൈ ദാറ്റ്? യെസ്, വാങ്ങാനും റെഡിയാണ്. പക്ഷേ ആ ബേക്കറി പോയിട്ട് ഇത്രയും വലുതായ ഒരാൾ കിൻഡർ ജോയ് വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഓക്വേർഡ് ഫീലിംഗ് ഉണ്ടല്ലോ, ഒരു കുറവ് പോലത്തെ ഒരു ഫീലിംഗ്. സോ ദാറ്റ് ഐ എം നോട്ട് റെഡി ടു ഗോ ആൻഡ് ബൈ. സോ ഐ എം നോട്ട് വില്ലിംഗ് ടു ബൈ ദാറ്റ്. ഐ എം നോട്ട് വില്ലിംഗ് ടു ബൈ ദാറ്റ്. ഇൻ ദ കേസ് ഓഫ് ലംബോർഗിനി ഐ ഹാവ് എ ഡിസയർ, റൈറ്റ്? എനിക്കൊരു ലംബോർഗിനി വേണമെന്ന് ഡിസയർ ഉണ്ട്. വില്ലിങ് എന്തും ചെയ്യാൻ ഞാൻ റെഡിയാണ്. അവിടെ പോയി ഷോപ്പിൽ പോകാനെല്ലാം ഞാൻ റെഡിയാണ് ലംബോർഗിനിയുടെ. ബട്ട് ഐ ഡോണ്ട് ഹാവ് ദ എബിലിറ്റി ടു ബൈ ദാറ്റ് ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് ദ മണി ടു ബൈ ദാറ്റ്. ദ സെയിം ഗോസ് വിത്ത് യു ഗൈസ് ഓൾസോ. നിങ്ങൾക്ക് എന്താവും, ചീറുന്നൊരു ബുള്ളറ്റിൽ ഇങ്ങനെ പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. കുട്ടികളാകുമ്പോൾ അല്ലേ, ലൈസൻസ് ഉണ്ടോ എന്നുള്ളത് വേറെ വിഷയം. ബട്ട് സ്റ്റിൽ യു ഷുഡ് ഹാവ് ദ ഡിസയർ ടു ഗോ ഇൻ എ ബുള്ളറ്റ് ആൻഡ് ഓൾ. യു വിൽ ബി റെഡി ടു ഡു എനിത്തിങ്. യു ഹാവ് ദ വില്ലിംഗ്നെസ് ടു ഡു എനിത്തിങ്, ബട്ട് യു ഡോണ്ട് ഹാവ് ദ എബിലിറ്റി. നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, നമ്മൾ സ്റ്റുഡൻസ് അല്ലേ. So we don't have the money to buy that bullet. So we cannot say that we are demanding a bullet, and you cannot say that I am demanding a Lamborghini. I am not demanding a Kinder Joy because I don't have the willingness to go and buy. In the case of pen, yes, I have a desire to buy. A shopil poi vaangan ഞാൻ റെഡിയാണ്. I have the willingness to buy and I have the ability. എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒരു പെണ്ണ് വാങ്ങാനുള്ള പൈസ ഉണ്ടാവും, 5 രൂപ 10 രൂപയല്ലേ ഉള്ളൂ. സോ ദാറ്റ് കൈൻഡ് ഓഫ് തിങ്. ഈ മൂന്നും കൂടെ കൂടിച്ചേരണം. അതായത് നമുക്ക് ഡിസയർ ഉണ്ടാവണം, വില്ലിങ്നെസ് ഉണ്ടാവണം, എബിലിറ്റി ഉണ്ടാവണം. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും കൂടി ചേരുമ്പോൾ നമ്മൾ എന്ത് പറയും? വി ആർ ഡിമാൻഡിങ് എ ഗുഡ്. ഡിമാൻഡിങ്. സോ ദീസ് 3 things ഷുഡ് ബി കം ടുഗദർ. ആഗ്രഹം, വില്ലിങ്നെസ്, എബിലിറ്റി. വി ആർ നെക്സ്റ്റ് ലുക്കിംഗ് ടു എ ഫോർമൽ ഡെഫിനിഷൻ ഓഫ് ഡിമാൻഡ്. Demand is the quantity of a commodity one buyer buys from the market in the given period at a given price. See, given price. Next, quantity. There are two, three things to highlight. അതായത് ഒരു നിശ്ചിത വിലയ്ക്ക് നമ്മൾ വാങ്ങുന്ന സാധനം, ഒരു ക്വാണ്ടിറ്റി. നമുക്കൊരു ഇഫ് വി ഹാവ് ഒരു 10 രൂപയാണ് ഒരു പെന്നില്ലെങ്കിൽ നമ്മൾ 1 വാങ്ങും. നേരെ കുറച്ചൊരു 3 രൂപയുടെ പെന്നാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ 2 or 3 വാങ്ങും. That's simple common logic, right? When there is price is decreasing, we will demand more quantity, and price is increasing, we will demand less. പൈസ കൂടുമ്പോൾ നമ്മൾ കുറച്ച് സാധനമേ വാങ്ങും. പൈസ കുറവാണെങ്കിൽ ആ സാധനം നമ്മൾ കൂടുതൽ വാങ്ങും. സോ that kind of thing is known as law of demand. ഒരു നെഗറ്റീവ് റിലേഷനാണ് ഇത് പ്രൈസും ക്വാണ്ടിറ്റിയും തമ്മിലുള്ളത്. പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി കുറയും. 10 രൂപയുടെ പെന്ന് നമ്മൾ 1 വാങ്ങുന്നുള്ളൂ. 3 രൂപയുടെ പെന്ന് നമ്മൾ 2 or 3 വാങ്ങുന്നു. ക്വാണ്ടിറ്റി കൂടുന്നു, പ്രൈസ് കുറയുമ്പോൾ. ദർ ഈസ് എ നെഗറ്റീവ് റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി. ആൻഡ് ദിസ് ഡിമാൻഡ് കർവ് ഈസ് യു സി ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. താഴോട്ടേക്ക് സ്ലോപ്പ് ചെയ്തിട്ടാണ്. സോ ദിസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഓഫ് ഡിമാൻഡ് കർവ് can be explained through law of diminishing marginal utility. So what happens here is that, see, this is a rough graph. I have not plotted it correctly, but still see that
When it was 10 rupees, I'm only buying 5. When it was 2 rupees, say I'm buying 25 and all. So how this law of diminishing marginal utility plays a role here? നമ്മൾ ഈ ഗുഡ് 5 എണ്ണം കൺസ്യൂം ചെയ്യുമ്പോൾ, നമ്മളൊരു ഗുഡ് കുറവാണ് കൺസ്യൂം ചെയ്തത്, 5 എണ്ണം കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റി 25 എണ്ണം കൺസ്യൂം ചെയ്യുന്നതിനേക്കാളും കൂടുതലല്ലേ? Marginal utility, as we said, law of marginal utility means when you consume more, it decreases എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. law of marginal utility, the law of marginal utility ഇവിടെ കൂടുതലാണ്. ക്വാണ്ടിറ്റി 5 ആയപ്പോൾ, ക്വാണ്ടിറ്റി 10 ആയപ്പോൾ കുറഞ്ഞു, 15 ആയപ്പോൾ കുറഞ്ഞു, 25 ആയപ്പോൾ കുറേ കൂടി കുറഞ്ഞത്. ലോ ഓഫ് മാർജിനൽ യൂട്ടിലിറ്റിയുടെ ഒരു ടേംസിൽ ഞാൻ യൂട്ടിലിറ്റി ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടില്ല, യൂട്ടിലിറ്റിയുടെ ടേംസിൽ മാർജിനൽ യൂട്ടിലിറ്റി ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. മാർജിനൽ യൂട്ടിലിറ്റി, അതായത് ഒരു ഗുഡ് കൂടെ കൺസ്യൂം ചെയ്യുമ്പോൾ. സോ ഇവിടെ നമ്മൾ ഒരു ഗുഡ് കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മളെ മാർജിനൽ യൂട്ടിലിറ്റി കൂടുതലാണ്. സോ യൂട്ടിലിറ്റി കൂടിയൊരു സാധനത്തിന് നമ്മൾ കൂടുതൽ പേ ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കും. ഇഫ് ബിരിയാണി ഈസ് സോ ടേസ്റ്റി, അതിന് വളരെ യൂട്ടിലിറ്റി ഉണ്ടെങ്കിൽ നമ്മളതിന് എത്ര വിലയായാലും നമ്മൾ 150-200 ആയാലും നമ്മളത് വാങ്ങും. മീൻസ് ദാറ്റ് ആർ യൂട്ടിലിറ്റി. നമ്മളത് നേരെ കുറച്ച് രണ്ടാമത്തെ ബിരിയാണിയോ അതേ പൈസക്ക് നമ്മൾ വാങ്ങണമെന്നില്ല. ഈവൻ ദോ ചിലപ്പോൾ നമ്മൾ വാങ്ങാതിരിക്കും. നമ്മൾ പറയുകയാണ്, അതായത് ഒരു സാധനം നമ്മൾ ഓൾറെഡി കൺസ്യൂം ചെയ്ത് പറയുമ്പോഴും കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താവണം, അതിൻ്റെ യൂട്ടിലിറ്റി ഇങ്ങനെ കുറഞ്ഞു വരും. അതായത് ഒന്നുകൂടെ കൺസ്യൂം ചെയ്യാനുള്ള യൂട്ടിലിറ്റി. നമ്മൾ നേരത്തെ ഓറഞ്ചസിൻ്റെ കേസിൽ പറഞ്ഞു, ഓറഞ്ച് ഒന്നാമത്തെ ഓറഞ്ച് നമ്മൾ കൺസ്യൂം ചെയ്തു, രണ്ടാമത്തെ ഓറഞ്ച് ചിലപ്പോൾ നമ്മൾ 10 രൂപയ്ക്ക് വാങ്ങുമായിരിക്കും. ബിക്കോസ് അവർ യൂട്ടിലിറ്റി, നമുക്ക് അതിൽ നിന്നൊരു യൂട്ടിലിറ്റി ഉണ്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നേരെ മറിച്ച് നമ്മൾ ഈ 5ാമത്തെ 6ാമത്തെ ഓറഞ്ചെല്ലാം എന്താണ് നമ്മൾ ഒമിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ ഇത്ര പൈസ കൊടുത്തിട്ട് നമ്മൾ വാങ്ങില്ല. ബിക്കോസ് വി ഡോണ്ട് നീഡ് ദാറ്റ്. അവർ യൂട്ടിലിറ്റി ഈസ് ലെസ് ഫ്രം കൺസ്യൂമിങ് ദാറ്റ് ഓറഞ്ച്. സോ വി വോണ്ട് ബി പേയിങ് ദാറ്റ് മച്ച്. സോ ഇൻക്രീസിങ് ദ ക്വാണ്ടിറ്റി മീൻസ് ഡിക്രീസിങ് ഇൻ ദ പ്രൈസ്. അതായത് കൂടുതൽ ക്വാണ്ടിറ്റി ആകുമ്പോൾ കൂടുതൽ മാർജിനൽ യൂട്ടിലിറ്റി കുറവാണ്. സോ വി വിൽ ബി, യൂട്ടിലിറ്റി കുറവായതുകൊണ്ട് തന്നെ വി വിൽ ബി പേയിങ് ലെസ്. ഇവിടെ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി കൂടുതലാണ്. സോ ദാറ്റ് വി വിൽ ബി പേയിങ് മോർ. സോ ദാറ്റ്സ് ഇറ്റ്. ദ ലോ ഓഫ് ഡിമാൻഡിൻ്റെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആവാനുള്ള ഒരു റീസൺ we can explain it through law of diminishing marginal utility. So we said that we measure things using utility, like 100 points to something and 20 points or something and all. Do we do that usually in our real life? നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ടോ? അതായത് 1 കിലോ ആപ്പിളിന് ഞാൻ 100 പോയിന്റ് കൊടുക്കുന്നു, 1 കിലോ ഓറഞ്ചിന് ഞാൻ 95 പോയിന്റേ കൊടുക്കുന്നുള്ളൂ. സോ ഐ ആം ബൈയിങ് 1 കിലോ ആപ്പിൾ. സോ മൈ യൂട്ടിലിറ്റി ഈസ് ആപ്പിൾ ഈസ് ഹയർ. So that I am buying apple, not oranges. So do we do that in real life? റിയൽ ലൈഫിൽ നമ്മളിങ്ങനെ, ഞാൻ ഈ സിനിമ കാണുന്നത് എനിക്കതിൽ 100 പോയിന്റ് യൂട്ടിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ 90 പോയിന്റ് യൂട്ടിലിറ്റി ഉള്ളൂ. സോ ഇങ്ങനെ ഒരു യൂട്ടിലിറ്റീനെ ഒരു നമ്മളൊരു സാധനം വാങ്ങാൻ പോകുമ്പോൾ ഒരു നമ്പർ ഇട്ടിട്ട് നമ്മൾ അതിനെ വാങ്ങുന്ന ഒരു രീതി, അല്ലെങ്കിൽ നമ്മൾ നമ്പർ ഇട്ടതിന് ശേഷം അതിനെ വിലയിരുത്തി നമ്മൾ വാങ്ങുന്ന ഒരു രീതി കുറവാണ്. വാട്ട് ഡു വി ഡു മോസ്റ്റ്ലി? വി മേ rank this thing, right? This is rank 1, rank 2, rank 3. അതായത് ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. സോ ഐ വിൽ ഗിവ് ഇറ്റ് ആസ് rank 1. The second preference will be I will give it as rank 2. Then third preference I will give it as rank 3. ആ രീതിയിൽ നമ്മൾ അതിനെ റാങ്ക് ചെയ്ത്, അതായത് എനിക്ക് ആപ്പിളിനെക്കാളും ഇഷ്ടം ഓറഞ്ചാണ്, ഓറഞ്ച് കഴിഞ്ഞാൽ എനിക്ക് ബനാനയാണ് ഇഷ്ടം. സോ ഐ ആം ബൈയിങ് ആപ്പിൾസ്, ദെൻ ഐ ആം ബൈയിങ് ഓറഞ്ചസ്, ദെൻ ഐ ആം ബൈയിങ് ബനാനാസ്. സോ വി ആർ റാങ്കിങ് ദം. നമ്പർ 1 ആസ് ആപ്പിൾ, നമ്പർ 2 ആസ് ഓറഞ്ചസ്, നമ്പർ 3 ആസ് ബനാന. സോ ദിസ് കൈൻഡ് ഓഫ് ഒരു ഓർഡർ ഇട്ടിട്ട് അതിനെ റാങ്ക് ചെയ്യുന്ന ഒരു രീതി. സോ അതാണ് നമ്മൾ യൂഷ്വലി ഫോളോ ചെയ്യുക. അതായത് നമുക്കൊരു ചോയ്സ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിൽ പോയിട്ട് നമ്മൾ എന്ത് വാങ്ങണം എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ നമ്മൾ റാങ്ക് ചെയ്യും. നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് റാങ്ക് പ്രിഫർ ചെയ്യുന്നത് എന്താണ്, രണ്ടാമത് പ്രിഫർ ചെയ്യുന്നത് എന്താണ്, മൂന്നാമത് പ്രിഫർ ചെയ്യുന്നത് എന്താണ് എന്ന രീതിയിൽ നമ്മൾ അതിനെ റാങ്ക് ചെയ്യും. സോ ദാറ്റ് കൈൻഡ് ഓഫ് അനാലിസിസ് ഈസ് നോൺ ആസ് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. ഏർലിയർ വാസ് കാർഡിനൽ യൂട്ടിലിറ്റി. അതായത് നമ്പർ വെച്ചിട്ട് നമ്മൾ എണ്ണൽ സംഖ്യ വെച്ചിട്ടായിരുന്നു നമ്മൾ റാങ്ക് ചെയ്തത്. ഇവിടെ നമ്മൾ ഓർഡിനൽ, അതായത് ഓർഡറിലാണ് റാങ്ക് ചെയ്യുന്നത്. 1, 2, 3 ആ ഒരു ഓർഡറിൽ. അതായത് ഏതാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നതിന് റാങ്ക് 1 കൊടുത്ത്, രണ്ടാമത് പ്രിഫർ ചെയ്യുന്നതിന് റാങ്ക് 2 കൊടുത്തിട്ട് ആ രീതിയിലാണ് നമ്മൾ റാങ്ക് ചെയ്യുന്നത്. സോ ദ ഐഡിയ ഓഫ് റാങ്കിങ് ഈസ് ദർ. പിന്നെ ഒരു കൺസ്യൂമർ, അതായത് നമ്മളൊരു കൺസ്യൂമറിനെ, നോർമലി എ കൺസ്യൂമർ വി സേ ദാറ്റ് ഹീ ഈസ് റാഷണൽ. റാഷണൽ എന്ന് പറഞ്ഞാൽ
ഒരു സാമാന്യ ബുദ്ധിയിൽ ചിന്തിക്കുന്ന ഒരു കൺസ്യൂമർ എന്നുള്ള രീതിയിൽ, അതായത് ഹീസ് എ റാഷണൽ തിങ്കർ, ഒരു റാഷണലായിട്ട് ചിന്തിക്കും. അതായത് ആരും നോ വൺ വിൽ ഗിവ് 500 rupees ഫോർ 100 rupees. 500 രൂപ കൊടുത്ത് 100 രൂപ വാങ്ങുന്ന ഒരാളെ നമ്മൾ റാഷണൽ എന്ന് പറയില്ല. കാരണം ദാറ്റ് ഇസ് എൻ ഇറാഷണൽ ബിഹേവിയർ. നമ്മൾ ഒരിക്കലും 500 രൂപ കൊടുത്ത് 100 രൂപ വാങ്ങില്ല. നമ്മൾ ചേഞ്ച് ആണെങ്കിൽ 500-ന്റെ നോട്ട് ഉണ്ടോ എന്ന് നമ്മൾ നോക്കും. സോ ദാറ്റ് കൈൻഡ് ഓഫ് എ കൺസ്യൂമർ ഹൂ ഇസ് റാഷണൽ. ആ റാഷണൽ കൺസ്യൂമർ വിൽ ഓൾവേസ് പ്രിഫർ മോർ എന്നുള്ളതാണ്. അതായത് ഒരാളെ മുമ്പിൽ 4 ആപ്പിൾ കൊടുത്തു, 6 ആപ്പിളും കൊടുത്തു. അപ്പോൾ റാഷണൽ കൺസ്യൂമർ വിൽ ഓൾവേസ് ചൂസ് 6 ആപ്പിൾ ബിക്കോസ് 6 ഈസ് ഗ്രേറ്റർ ദാൻ 4. കൂടുതലുള്ള ആ ഒരു ഗുഡാണ് ആര് പ്രിഫർ ചെയ്യുക? റാഷണൽ കൺസ്യൂമർ പ്രിഫർ ചെയ്യുക. ഈ ഒരു തരം ഒരു പ്രിഫറൻസിനെ കുറിച്ചാണ് നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത്. ഇവിടെ നോക്കിയാൽ 2 ബണ്ടിലാണ്. ബണ്ടിൽ നമുക്ക് എന്തും വിളിക്കാം. അതായത് ഓറഞ്ച് ആപ്പിൾ ആവാം, ഓറഞ്ച് ബനാന ആവാം. സോ സപ്പോസ് ഫോർ ദ സേക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആപ്പിൾ ഓറഞ്ചസ്. 3 ആപ്പിൾ ഉണ്ട്, 4 ഓറഞ്ച് ഉണ്ട്. ഒരു ബണ്ടിൽ ഒരു ബ്രാക്കറ്റ് ഇട്ടത് ഒരു ബണ്ടിൽ, അതായത് ഒരു കെട്ട്, ഒരു സഞ്ചിയിൽ 3 ആപ്പിളും 4 ഓറഞ്ചും ഉണ്ട്. അടുത്തൊരു സഞ്ചി നോക്കിയേ, 5 ആപ്പിളും 4 ഓറഞ്ചും ഉണ്ട്. വിച്ച് വൺ വി വിൽ പ്രിഫർ? The rational consumer will always prefer 5-4. Why? Because 5 കണ്ടില്ലേ, ഇവിടെ 5 ആപ്പിൾ, ഇവിടെ 3 ഉള്ളൂ, ഇവിടെ 5 ആപ്പിൾ ഉണ്ട്, 2 ആപ്പിൾ കൂടുതലുണ്ട്. സോ വി വിൽ ഓൾവേസ് പ്രിഫർ സം ബണ്ടിൽ വിച്ച് ഹാസ് മോർ. സോ ആപ്പിൾ കൂടുതലുള്ള ആ ബണ്ടിൽ നമ്മൾ പ്രിഫർ ചെയ്തു. ഇവിടെ നോക്കിയാൽ 4, 6, 7, 10. നേരത്തെ ഇവിടെ എന്നുണ്ട്, ഇവിടെ ആപ്പിൾ മാത്രമേ കൂടുതലുണ്ടായിരുന്നുള്ളൂ, ഓറഞ്ച് സെയിം ആയിരുന്നു, 4, 4. ഓറഞ്ചിൻ്റെ നമ്പറിൽ വ്യത്യാസമില്ല. സോ നമ്മൾ എന്തായി, ആപ്പിൾ കൂടുതലുള്ളത് കൊണ്ട് അത് ആ ബണ്ടിൽ എടുത്തു. ഈ ബണ്ടിൽ നോക്കിയാൽ 4, 6, 7, 10. ദിസ് ബണ്ടിൽ ഒബിയസ്ലി വിൽ പ്രിഫർ ദിസ് ബണ്ടിൽ, നോ ഡൗട്ട്, റൈറ്റ്? ബിക്കോസ് ആപ്പിളും കൂടുതലുണ്ട്, ഓറഞ്ചും കൂടുതലുണ്ട്. 3 ആപ്പിൾ ഇവിടെ കൂടുതലുണ്ട്, 4 ഓറഞ്ച് ഇവിടെയും കൂടുതലുണ്ട്. സോ വിൽ പ്രിഫർ ദിസ് ബണ്ടിൽ ഓവർ ദിസ് ബണ്ടിൽ. 2 ഗുഡും ഇവിടെ കൂടുതലാണ്. സോ ഇവിടെ നോക്കിയേ 3, 5, 3, 6. ഇവിടെ നമ്മൾ ഏതാ പ്രിഫർ ചെയ്യുക? ഇത് പ്രിഫർ ചെയ്യും. കാരണം എന്താ, ഇവിടെ ആപ്പിളിൻ്റെ എണ്ണം സെയിം ആണെങ്കിലും ഓറഞ്ച് എന്തുണ്ട്, ഇവിടെ ഒന്ന് കൂടുതലുണ്ട്. ദീസ് കൈൻഡ് ഓഫ് പ്രിഫറൻസസ് ഈസ് നോൺ ആസ് മോണോട്ടോണിക് പ്രിഫറൻസസ്. അതായത് കൂടുതലുള്ളതിന് നമ്മൾ എടുക്കുന്ന ഒരു രീതിയാണ് നമ്മൾ മോണോട്ടോണിക് പ്രിഫറൻസസ് എന്ന് പറയുക. ഫോമൽ ഡെഫിനിഷനിലേക്ക് നോക്കാം. കൺസ്യൂമേഴ്സ് പ്രിഫറൻസസ് ആർ മോണോട്ടോണിക് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ബിറ്റ്വീൻ എനി 2 ബണ്ടിൽസ്, ഇവിടെ ബിറ്റ്വീൻ്റെ ഷോർട്ടാണ് ഇത്, ബിറ്റ്വീൻ എനി 2 ബണ്ടിൽസ് the consumers prefer the bundle which has more of at least one of the goods and no less of the other good as compared to other bundle. Definition ഇത്തിരി ട്രിക്കിയാണ്, ബട്ട് ഈസിയാണ്. കാരണം എന്താ നോക്കിയേ, കൺസ്യൂമർ പ്രിഫർ ചെയ്യുക എപ്പോഴും വിച്ച് ഹാസ് മോർ ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഗുഡ്, അതായത് ഒരു ഗുഡെങ്കിലും കൂടുതലുള്ളത് നമ്മൾ പ്രിഫർ ചെയ്യും. ആൻഡ് എന്താണ്, നോ ലെസ് ഓഫ് അതർ ഗുഡ്, മറ്റേ ഗുഡിൽ എന്തുണ്ടാവാൻ പാടില്ല, കുറവും ഉണ്ടാവാൻ പാടില്ല മറ്റേൻ്റെ ആ ഗുഡിൻ്റെ കേസിൽ എന്നല്ലേ. ആ ഒരു, അതായത് ഒന്നുകൂടി ഒന്ന് കുറയുന്ന ഒരു കേസിലേക്ക് നമ്മൾ വരാം. അതായത് ഒന്നെങ്കിലും കൂടുതലുണ്ടാവണം, അറ്റ്ലീസ്റ്റ് വൺ. രണ്ടും കൂടുതലാണെങ്കിൽ ഹാപ്പി, നമ്മൾ അതേ പ്രിഫർ ചെയ്യും. 2 കൂടുതലാണെങ്കിലും അത് മോണോട്ടോണിക് പ്രിഫറൻസ് ആണ്. ഈ കേസിൽ നോക്കിയാൽ ഇവിടെ ഓറഞ്ച് സെയിം ആണ്, ആപ്പിൾ എങ്കിലും ഒന്ന് കൂടുതലുണ്ട്. സോ വി ആർ പ്രിഫർ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഗുഡ്സ് വിച്ച് ഹാസ് മോർ ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഗുഡ് ആൻഡ് നോ ലെസ് ഓഫ് ദ അതർ ഗുഡ്. അതായത് ഓറഞ്ച് കുറവുണ്ടോ? ഇല്ല, ഓറഞ്ച് സെയിം ആണ്, നോ ലെസ് ഓഫ് ദി അതർ ഗുഡ്. ഇവിടെ 6, 10 ആണ്, 6 10 ഈ ആ അതർ ഗുഡ് കുറഞ്ഞോ? ഇല്ല, 2 ഗുഡും കൂടെയാണ് ചെയ്തത്. ഇപ്പോൾ ഇവിടെ ഓറഞ്ചസ് കുറഞ്ഞില്ല, ആ ഗുഡ് കുറയാണ്. ഇപ്പോൾ ഇനി വേറൊരു കേസാണ്, അതായത് ഈ മോണോട്ടോണിക് പ്രിഫറൻസസ് അല്ല, ഈ ഒരു കേസ് നോക്കിയേ, 2, 3, 3, 2. 2 ആപ്പിൾ 3 ഓറഞ്ച്, 3 ആപ്പിൾ 2 ഓറഞ്ച്. ഇതിൽ നമ്മൾ ഏത് പ്രിഫർ ചെയ്യും? ഇതിൽ നമ്മൾ ഏത് പ്രിഫർ ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ഇവിടെ 2 ആപ്പിൾ ഉണ്ടായിരുന്നു, ഇവിടെ 1 ആപ്പിൾ കൂടി 3 ആപ്പിളായി. ഓക്കെ, 3 ആപ്പിൾ ആയിട്ടുണ്ട്. പക്ഷേ 3 ഓറഞ്ച് ഉണ്ടായിരുന്നത് എന്തായി? 2 ഓറഞ്ചായി കുറഞ്ഞു. 1 ആപ്പിൾ കൂടിയപ്പോൾ 1 ഓറഞ്ച് കുറഞ്ഞു പോയി. സോ ദിസ് ഈസ് നോട്ട് ദിസ് കൈൻഡ് ഓഫ് പ്രിഫറൻസസ്. ബിക്കോസ് എന്താ, നോ ലെസ് ഓഫ് ദി അതർ ഗുഡ് കമ്പയർ ടു അതർ ബണ്ടിൽ. ഇവിടെ നോ ലെസ് ഓഫ് ദി അതർ ഗുഡ് അല്ല, ഇവിടെ ആപ്പിൾ കൂടി ശരിയാണ്, അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഗുഡ് ഈസ് ഹയർ, ബട്ട് നോ ലെസ് ഓഫ് ദി അതർ ഗുഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. 3 ഗുഡ് എന്തായി പോയി, ഇവിടെ 2 ഗുഡ് ആയിട്ട് കുറഞ്ഞു പോയിട്ടുണ്ട്, ഓറഞ്ച് 2 ആയിട്ട് കുറഞ്ഞു. സോ വി ആർ ഇൻ എ കൈൻഡ് ഓഫ് കൺഫ്യൂഷൻ. അല്ലെങ്കിൽ ഈ ബണ്ടിലിനെ നമ്മൾ എന്താവും, നമ്മളിപ്പോൾ ഓറഞ്ച് ആപ്പിളും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, ലൈക്ക് 3 ഓറഞ്ച് ആയാലും തിരക്കേടില്ല, 3 ആപ്പിൾ ആയാലും തിരക്കേടില്ല. ഈ ഒരുപോലെ ഇഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ
ഏതായാലും കുഴപ്പമില്ല എന്നൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവില്ലേ, അതെന്ത് തന്നെയാലും പ്രശ്നമല്ല, ഞാൻ എന്തുകൊണ്ട് ഓക്കെയാണ്. അതിപ്പോൾ ടീ വേണോ കോഫി വേണോ എന്ന് ചോദിക്കുമ്പോൾ ഡു നീഡ് ടീ ഓർ കോഫി, എനിത്തിങ് ഈസ് ഫൈൻ, എനിത്തിങ് ഈസ് ഫൈൻ. അതായത് ആ ഒരു എന്ത് തന്നെയാലും പ്രശ്നമില്ല എന്നുള്ളൊരു, എന്ത് തന്നെയാലും പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ 2, 3 എന്നുള്ളടത്ത് നിന്ന് ഒന്ന് തന്നാൽ he will always prefer this, right? Because he always prefer more. He's a rational consumer. My എന്ത് തന്നെയാലും പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ ഒരുപോലെ തന്നെ തോന്നുന്ന ഒരു ചോയ്സ് ആയിരിക്കും അയാൾക്ക്. സോ ഓറഞ്ച് ആപ്പിൾ അയാൾ ഒരുപോലെ കണ്ടത് കൊണ്ട് തന്നെ 2, 3, 3, 2 അയാൾ ഒരേ രീതിയിലാണ് കണ്ടത്. അതായത് ഇൻഡിഫറൻ്റ് ആയിട്ടാണ് അയാൾ. സോ ദിസ് ഇൻഡിഫറൻസ്, ദിസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ്. ഈ ഒരു കീവേഡ് എന്താണ് ഈ ചാപ്റ്ററിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ടേക്ക് അവേ ആണ് ഇൻഡിഫറൻസ്. അതായത് നമ്മൾ എന്താണ് 2 ഗുഡ്സിൻ്റെ ഇടയിൽ നമ്മൾ എന്താ ഇൻഡിഫറൻ്റ് ആയിട്ട് നിൽക്കണം. ഈ ബണ്ടിൽ ഇതായാലും പ്രശ്നമില്ല, ഇതായാലും പ്രശ്നമില്ല, ഞാൻ എന്താക്കുന്നു ഇതിന് ഈക്വലായിട്ട്. ഇവിടെ ആ കേസല്ല, ഇവിടെ ഇൻഡിഫറൻ്റ് ഒന്നും അല്ല. കാരണം ഇവിടെ ഇൻഡിഫറൻ്റ് അല്ല, കാരണം ഇയാൾ ഇതേ പ്രിഫർ ചെയ്യും. ബിക്കോസ് മോർ ഈസ് ദർ, ഇവിടെ മോണോട്ടോണിക് ആണ് ഇയാൾ, പ്രിഫറൻസ് ഇവിടെ കൂടുതലാണ്. സോ ഗുഡ് കൂടുതലുള്ളത് കൊണ്ട് ഇതേ ഇയാൾ പ്രിഫർ ചെയ്യും, ബിക്കോസ് ഹീസ് റാഷണൽ. ഹിയർ ഹീ ഈസ് നോട്ട് ഇൻഡിഫറൻറ്റ്, ബട്ട് ഹിയർ ഹീ ഈസ് ഇൻഡിഫറൻറ്റ് ബിക്കോസ് ഓറഞ്ചസും കൂടുന്നുണ്ട്, അല്ല ആപ്പിൾ കൂടുന്നുണ്ട്, പക്ഷെ ഓറഞ്ച് കുറഞ്ഞുപോയി. സോ ഹീസ് കൈൻഡ് ഓഫ് ഇൻ ദ മിഡിൽ, ഏതായാലും പ്രശ്നമില്ല, ഇത് തന്നാലേ ഇല്ല, ഇത് തന്നാലേ ഇല്ല. ഹിയർ ഓൾസോ ലുക്ക് ഫോർ ആപ്പിൾ കൂടി ബട്ട് ഓറഞ്ച് കുറഞ്ഞുപോയി, ഓറഞ്ച് കുറഞ്ഞുപോയി, ആപ്പിൾ കൂടി. സോ അവിടെയും അയാൾ എന്താണ് ഇൻഡിഫറൻ്റ് ആണ്. സോ ആ ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ. അതായത് നമ്മളൊരു ഇവിടുത്തെ യൂട്ടിലിറ്റി ഉണ്ടല്ലോ, ഈ 2, 3 യൂട്ടിലിറ്റി തന്നെയാണ് ഈ 3, 2 അയാൾക്കുള്ളത്. ഇവിടെ നമ്മൾ റാങ്ക് ചെയ്യാൻ ചോദിക്കണം അയാളോട്, ഇതിൽ ഏതാണ് പ്രിഫർ ചെയ്യുക. അപ്പോൾ അയാൾ പറയാം നിങ്ങൾ ഏത് ബണ്ടിലായാലും കുഴപ്പമില്ല, ആ ഒരു ഏത് ബണ്ടിലായാലും കുഴപ്പമില്ല എന്നുള്ള ആ ഒരു ഇൻഡിഫറൻ്റ് ആയിട്ട് നിൽക്കുക, നിസ്സംഗത, ആ ഒരു ഇൻഡിഫറൻ്റ് ആണ് ഈ ബണ്ടിലും തമ്മിൽ. ആ ഒരു ഇതാണ് നമ്മളെന്താ പറയുക ഇൻഡിഫറൻ്റ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ഓഫ് ഗുഡ്സിൻ്റെ ഇതിൽ നമ്മൾ എന്താക്കണം, ഒരു കർവ് വരയ്ക്കും. അതായത് ഈ ഒരു കോമ്പിനേഷനിൽ ഞാൻ എന്താണ് ഇൻഡിഫറൻ്റ് ആണ്, എനിക്ക് ഏതായാലും പ്രശ്നമില്ല എന്നുള്ള രീതിയിലേക്കുള്ള ഒരു കോമ്പിനേഷൻസ് വരയ്ക്കുമ്പോഴാണ് നമ്മൾ എന്താ പറയുക ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുക. നമ്മൾ പറഞ്ഞു ഈ 2, 3, 3, 2 ഇതിൽ നമ്മൾ ഇൻഡിഫറൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇതിനിങ്ങനെ ഒരു വെച്ചിട്ടാണ്, സിമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ എന്താക്കുന്നത് ഡിനോട്ട് ചെയ്യുന്നത്. സിമ്പിൾ നമുക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. അതായത് ഇതിൽ ഏതായാലും കുഴപ്പമില്ല, ആ ഒരു ഏതായാലും കുഴപ്പമില്ല എന്നുള്ള ഒരു ഇതിൽ നമ്മളിതിനെ ഒന്ന് ടാബുലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ, അതായത് നമ്മുടെ ഷാജി പാപ്പൻ്റെ കയ്യിൽ 15 ആപ്പിളും 15 ഓറഞ്ചും ഒരാപ്പിളും ഉണ്ട്, 15 ഓറഞ്ചും ഒരാപ്പിളും ഉണ്ട്. അപ്പോൾ നമ്മൾ ഷാജി പാപ്പനോട് പറഞ്ഞു എന്താ നിങ്ങൾ ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ബണ്ടിലിനെ കുറിച്ച് പറയാമാണ്. അതായത് നിങ്ങൾ കുറച്ച് ഓറഞ്ച് തന്നിട്ട് കുറച്ച് ആപ്പിൾ വാങ്ങിയാലും ഈ 15 അതേ സന്തോഷം ഉണ്ടാവുന്ന ബണ്ടിൽ, the same utility or same preferences or same ranking as that of 15-1. Give me some other combinations other than 15-1. ഈ 15-1 എന്ന് അപ്പോൾ ഷാജി ബാബ പറഞ്ഞു ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു 3 ഓറഞ്ച് തരാം, പകരം എനിക്ക് ഒരു ആപ്പിൾ തന്നാൽ മതി. സോ ദ ന്യൂ ബണ്ടിൽ ഓഫ് ഷാജി പാപ്പൻ ബിക്കംസ് 212. സോ അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്, ഈ 115-ലും 212-ലും ഷാജി പാപ്പൻ ഈസ് ഹാപ്പി, സെയിം ഹാപ്പിനെസ്, സെയിം യൂട്ടിലിറ്റി, ഓർ ഹീ ഈസ് ഇൻഡിഫറൻറ്റ് ബിറ്റ്വീൻ ദിസ് 115 and 212. മൂപ്പറോട് ചോദിച്ചത് ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഇത് തരാണ്. അപ്പോൾ മൂപ്പർ കുറച്ച് ആപ്പിൾ നമുക്ക് തന്നിട്ട് കുറച്ച് ഓറഞ്ച് ആർക്കോ കൊടുത്തിട്ട് കുറച്ച് ആപ്പിൾ വാങ്ങുകയാണ്. എവിടുന്നോ കൊടുക്കുന്നു, എവിടുന്നോ വാങ്ങുന്നു, വി ഡോണ്ട് നോ ദാറ്റ് ഹൗ ഈസ് ഇറ്റ് ഹാപ്പനിങ്, ബട്ട് ഹീ സ്റ്റിൽ ട്രേഡിങ്. സി ഹീ ഈസ് ഗിവിങ് 2 more oranges to get 1 more apple. ഇപ്പോൾ 2 ആപ്പിൾ 12 ആപ്പിൾ എടുത്തുന്ന ഒരു എന്താക്കി, ഒരു 2 ഓറഞ്ച് കൂടെ കൊടുത്തു, 10 ഓറഞ്ച് ഇപ്പോൾ കയ്യിലുള്ളൂ, 3 ആപ്പിൾ കിട്ടി. So he is happy, same happiness at 115, same happiness at 212, same happiness at 310. His happiness level or his satisfaction level is same. So അടുത്ത ഒരു ഓറഞ്ചിനും കൂടി, ഒരു ആപ്പിളും കൂടി കിട്ടാൻ ഷാജിപ്പാപ്പൻ പിന്നെ ഒരു ഓറഞ്ചേ കൊടുത്തുള്ളൂ. ഇവിടെ നോക്കി, ഇവിടെ 3 കൊടുത്തു, ഇവിടെ 2 കൊടുത്തു, ഇവിടെ 1 കൊടുത്തുള്ളൂ. But still he traded. So he is happy. He is same happiness in all this combination. 15, 115, 212, 310, 49. Same happiness. So we are trying to plot this happiness. See,
this is quantity of oranges. What it will be? It will be quantity of apple. This is apple, okay? Apple. So we are plotting it. We are plotting 115 here, 212 here, 3 6. See, this is his indifference curve. We are trying to draw this as this indifference. ഈ ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ യൂട്ടിലിറ്റി, ഈ ഇൻഡിഫറൻസ് മൊത്തം അങ്ങോളം ഉള്ള യൂട്ടിലിറ്റി എന്താണ്? സെയിം ആണ്. ഈസ് ഈക്വലി ഹാപ്പി അറ്റ് പോയിന്റ് എ ബി സി ഓർ ഡി. എ ബി സി ഓർ ഡി, ഇവിടെ എയിലും ബിയിലും സി ഡിയിലായാലും മൂപ്പർ ഈക്വലി ഹാപ്പിയാണ്. ബിക്കോസ് ദാറ്റ് കൈൻഡ് ഓഫ് പോയിന്റ്, ദാറ്റ് കൈൻഡ് ഓഫ് തിങ് വി കർവ് ഇറ്റ് ആസ്. ഈ ഒരു കർവിനെയാണ്, ഈ ഒരു ഹാപ്പിനെസ്, ഒരേ ഹാപ്പിനെസ് വരുന്ന, ഒരേ സാറ്റിസ്ഫിക്കേഷൻ വരുന്ന ഈ ഒരു കർവിനെയാണ് നമ്മൾ ഇൻഡിഫറൻസ് കർവ് എന്ന് വിളിക്കുക. ഈ കർവിൻ്റെ എല്ലാ പോയിന്റിലും ആളുകൾ എന്താണ്, കൺസ്യൂമർ നമ്മൾ എന്താണ്, ഇൻഡിഫറൻ്റ് ആണ്. വി ആർ ഹാപ്പി വിത്ത് എനി കൈൻഡ് ഓഫ് ചോയ്സസ്. See, if someone is going to give Shaji Papan that 2 3 2 apple 3 orange തരാ, he won't take that because that is way too less. അതായത് രണ്ടും ഏത് തന്നാലും ഓക്കെ ആണെന്നുള്ള അർത്ഥമില്ലേ, ഇങ്ങനെയെല്ലാം തന്നാലും ഓക്കെ ആണെന്നുള്ളത്. അതായത് ഏത് ബണ്ടിൽ തന്നാലും ഓക്കെ, എനിക്ക് കുഴപ്പമില്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഒരു നിശ്ചിത അളവിൽ അയാളുടെ സന്തോഷം കുറയാത്ത രീതിയിൽ. ഇഫ് ഈ സമ്മൺ ഈസ് ഗിവിങ് ഹിം വാട്ട് 115 പകരം 113 കൊടുക്കുകയാണ്, ഒന്നും സംഭവിക്കാതെ വെറുതെ എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് ആപ്പിൾ കൂടിയില്ല, എൻ്റെ 2 ഓറഞ്ച് അങ്ങ് പോവുകയും ചെയ്തു. സോ ഷാജി പാപ്പൻ വോണ്ട് ബി ഹാപ്പി. സി, ഇറ്റ്സ് ഡസൻറ്റ് മീൻ ദാറ്റ് ഹീസ് ഹാപ്പി വിത്ത് എനിത്തിങ്. ഹീസ് ഓൺലി ഹാപ്പി വിത്ത് സെർട്ടൈൻ ഒരു ഇതിൽ മാത്രമേ മൂപ്പർ ഹാപ്പി ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു കർവിൽ മൂപ്പർക്ക് എന്താണ്, ഒരേ ഹാപ്പിനെസ് ആണ്. പക്ഷേങ്കിൽ ഈ ഒരു ഹാപ്പിനെസ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മൂപ്പർ കുറച്ച് വിട്ടുവീഴ്ചകൾ വരുത്തുന്നുണ്ട്. ഒരു ഓറഞ്ചസിനെ ആപ്പിൾ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ 15 ഓറഞ്ചും ഒരു ആപ്പിളാണുള്ളത്. അപ്പോൾ ഷാജി പാപ്പൻ ആപ്പിൾ കൂടുതൽ വേണം. സോ ഫോർ ദാറ്റ് ഹീ സബ്സ്റ്റിറ്റ്യൂട്ടിങ് oranges for apples. He is substituting oranges for apples. Like he is foregoing some amount of oranges to get some amount of apple. അപ്പോൾ ആപ്പിൾ കിട്ടാൻ വേണ്ടിയിട്ട് മൂപ്പർ കുറച്ച് ഓറഞ്ച് എന്താക്കുന്നുണ്ട്, വിട്ടുകൊടുക്കുന്നുണ്ട്. ഹിയർ ദാറ്റ് റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, ആ ഒരു, അതായത് എത്ര ഓറഞ്ച് കൊടുത്തിട്ടാണ് എത്ര ആപ്പിൾ വാങ്ങുന്നത്, ആ ഒരു റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇസ് നോൺ ആസ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. വി ആർ ഡിനോമിനേറ്റിംഗ് ഇറ്റ് ആസ് MRS. സോ ഇവിടെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കിയേ, ഓറഞ്ച് എത്ര കുറഞ്ഞു, 3 ആപ്പിൾ കൊടുത്തപ്പോഴാണ് നമ്മൾ ഒരു 3 ഓറഞ്ച് കൊടുത്തപ്പോഴാണ് നമ്മൾ ഒരു ആപ്പിൾ വാങ്ങിയത്. സി, ഇവിടെ നോക്കിയേ, ഇവിടെ 12 10 സോ we have given 2 oranges for 1 apple. See, here again what 3 ആപ്പിളിൽ നിന്ന് 4 ആപ്പിൾ ആവാൻ നമ്മൾ ഒരു ഓറഞ്ചേ കൊടുത്തുള്ളൂ. എന്ത്, ഒരു ഇതിനു വേണ്ടി. ബിക്കോസ് 15 ഓറഞ്ച് ഉണ്ടായിരുന്നപ്പോൾ നമ്മളെടുത്ത് ആപ്പിൾ കുറവാണ്, അതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ ഓറഞ്ച് കൊടുക്കാൻ റെഡി ആയിരുന്നു. ഇവിടെ 12 ആയിരുന്നപ്പോൾ നമ്മളെടുത്ത് ഓറഞ്ച്, ഈ 9 10 ആയപ്പോൾ നമുക്ക് ആപ്പിളിനോട് വലിയൊരു താല്പര്യമൊന്നുമില്ല, നമ്മളുടെ 3 ഉണ്ടല്ലോ. സോ വി ആർ ഓൺലി റെഡി ടു ട്രേഡ് ഓഫ് 1 ഓറഞ്ചസ് ഫോർ 1 ആപ്പിൾ. സോ ദിസ് ഈസ് ഹിസ് റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അതായത് ഓറഞ്ച് കൊടുത്തിട്ട് ആപ്പിൾ വാങ്ങാനുള്ള ഒരു റേറ്റിൻ്റെ, ആ ഒരു റേറ്റിനെ നമ്മൾ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. സോ സീ ദിസ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇറ്റ് ഈസ് വാട്ട്, ഇറ്റ് ഈസ് ഡിമിനിഷിങ്. ആദ്യം നമ്മൾ 3 ഓറഞ്ച് കൊടുക്കാൻ റെഡിയായിരുന്നു, പിന്നെ 2 കൊടുക്കാൻ റെഡിയുള്ളൂ, പിന്നെ 1 കൊടുക്കാൻ റെഡി ആയിട്ടുള്ളൂ. അതായത് നമ്മൾ ഓറഞ്ചസിനെ ആപ്പിളുമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ആ സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ റേറ്റ് എന്താവാണ്, ഡിമിനിഷ് ചെയ്ത് വരികയാണ്. അപ്പോൾ ആ ഒരു ഓറഞ്ച് നമ്മൾ ആദ്യം 3 കൊടുക്കാൻ റെഡിയായിരുന്നു, പിന്നെ 2 കൊടുക്കാൻ റെഡിയായുള്ളൂ, പിന്നെ 1 കൊടുക്കാൻ റെഡിയായുള്ളൂ. എന്തിരുന്ന് ഈ ഒരു എന്ത് ആപ്പിൾ കിട്ടാൻ വേണ്ടിയിട്ട്. ആ ഒരു മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ, അതായിരിക്കും ഈ കർവിൻ്റെ സ്ലോപ്പ്. അതായത് ഈ കർവിൻ്റെ ഒരു സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഈ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ അടുത്തതിന് നമ്മൾ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് സിമ്പിളാണ്, നമ്മുടെ മനസ്സിൽ തന്നെ നമുക്ക് ലോജിക്കിൽ തന്നെ നമുക്ക് കിട്ടി. കാരണം എന്തെന്ന്, ഓറഞ്ച് 3 കുറഞ്ഞു, അപ്പോൾ ഒരു ആപ്പിൾ കിട്ടി. അപ്പം സോ അതിൻ്റെ ഒരു ഫോർമുലയിലേക്ക് നമുക്ക് നോക്കാം. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഫോർമൽ ഇക്വേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. MRS ഈസ് ഈക്വൽ ടു ΔY ബൈ ΔX. ΔY എന്ന് പറഞ്ഞാൽ എന്താ, വൈയിലുണ്ടാകുന്ന ചേഞ്ച്. ΔX എന്ന് പറഞ്ഞാൽ എക്സിലുണ്ടാകുന്ന ചേഞ്ച്. നമ്മുടെ Y ആക്സിസിൽ എന്താ ഇവിടെ ഉള്ളത്, ഓറഞ്ചാണ്. ഈ ΔY ബൈ ΔX തന്നെയാണ് കേട്ടോ ഏതൊരു ഗ്രാഫിൻ്റെയും സ്ലോപ്പ് എന്താണെന്ന് വെച്ചാൽ
വൈ ആക്സിസിൽ ഉണ്ടാകുന്ന ഡെൽറ്റ ചേഞ്ചിനെ എക്സ് ആക്സിൽ ഉണ്ടാകുന്ന ഡെൽറ്റ ചേഞ്ച് ആയിട്ട് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആയിരിക്കും എപ്പോഴും ഏതൊരു ഗ്രാഫിൻ്റെയും സ്ലോപ്പ്. സോ അതുകൊണ്ട് തന്നെ ഈ ഇൻഡിഫറൻസിൻ്റെയും സ്ലോപ്പ് എന്താണ്? MRS ആണ്. ബട്ട് ഈ MRSൻ്റെ ഒരു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്, അതായത് ചേഞ്ച് ഇൻ ഓറഞ്ചസ് ബൈ ചേഞ്ച് ഇൻ ആപ്പിൾസ്. അപ്പോൾ നമ്മൾ ഒരു പോയിന്റ് നോക്കാം. ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ഒരു ചേഞ്ച് വന്നു അല്ലേ, ചേഞ്ച് വന്നു. ആ ചേഞ്ച് എന്നാ 12 - 15. ഇതിന് ഒരു മോഡുലസ് ഉണ്ട്. മോഡുലസിൻ്റെത് ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേറ്ററാണ് ഈ മോഡുലസ് ഓപ്പറേറ്റർ. അതായത് നെഗറ്റീവ് ആണെങ്കിൽ അതങ്ങ് പോസിറ്റീവ് ആവും. തൽക്കാലം നമുക്ക് മോഡുലസ് ഓപ്പറേറ്ററിനെ കുറിച്ച് അങ്ങനെ ചെറിയ രീതിയിൽ അങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ ഈ 12 - 15 2 - 1, അതായത് 12 - 15 ഓറഞ്ചസിനുണ്ടായ മാറ്റം. അതുപോലെ ആപ്പിളിനുണ്ടായ മാറ്റം 2 - 1. സോ ദാറ്റ് ഈസ് -3/1 = 3/1. അപ്പോൾ MRSലുണ്ടായ മാറ്റം എന്താണ്? 3/1. അതായത് ഇത് -3/1 മോഡുലസ് ഉള്ളതായതുകൊണ്ട് 3/1 ആവും. 3/1 = 3. സോ നമ്മളെന്താണ് MRS കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷനാണ് എന്ത്? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. സോ യു കെൻ ഈസിലി കാൽക്കുലേറ്റ് MRS. സോ ആ MRS എന്താണ്? ഡിമിനിഷിംഗ് ആണ്. ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, അതിൻ്റെ ഒരു ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞതുപോലെ തന്നെ എന്താണ് MRSും എന്താണ്? ഡിമിനിഷിംഗ് ആണ്. സോ അതായിരിക്കാം ഇതിൻ്റെ ഒരു എന്ത് ഡൗൺവേർഡ് സ്ലോപ്പിങ്ങിൻ്റെ ഒരു കാരണം. സോ ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ 3 1, ഇവിടെ 3 ഉണ്ടായിരുന്നു, ഇപ്പോൾ 2 ആയി, 1 ആയി. ഇപ്പോൾ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഇങ്ങനെ കുറഞ്ഞ് വരികയാണ്. സോ ദർ ഈസ് ഓൾവേസ് എ ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. നമുക്ക് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ഗ്രാഫിൻ്റെ ഷേപ്പ് എങ്ങനെയായിരുന്നു? നേരത്തെ നമ്മൾ എന്താണ് ഇങ്ങനെ ഒരു വളഞ്ഞിട്ടായിരുന്നു, ഒരു കോൺകേവ് ഷേപ്പിലായിരുന്നു. പൊതുവേ അങ്ങനെയാണ് ഉണ്ടാവാറ്. പക്ഷേ എല്ലാ സമയവും അങ്ങനെ ആയിരിക്കണമെന്നില്ല. It may not be always the same. So let's look into another scenario where other case. ഇവിടെ ഒരു 5 rupeesൻ്റെ നോട്ടും 5 rupeesൻ്റെ കോയിൻസുമാണ്. 5 രൂപയുടെ നോട്ട്, 5 രൂപയുടെ കോയിൻസ്. ഡസ് ഇറ്റ് റിയലി മേക്ക് എ ഡിഫറൻസ് ഫോർ അസ്? രണ്ടും 5 രൂപയാണ്. നമ്മൾ പൊരുത്താൻ പറയണം അവനോട്, എടാ നോട്ട് തരാം, കോയിൻ തരുമോ, കോയിൻ തരാം, നോട്ട് തരുമോ? വിൽ ബി റെഡി ടു ഡു ദാറ്റ്. We don't have any issues, right? But we are trying to plot it. 1 rupees നോട്ടാണ്. ഒരു 5 രൂപയുടെ ഒരു നോട്ട് ഉണ്ടായിരുന്നു, 8 കോയിൻ ഉണ്ടായിരുന്നു. നമ്മളെന്താക്കി? ഒരു കോയിൻ വാങ്ങേണ്ടിയിട്ട് ഒരു നോട്ട് കൊടുത്തു, പിന്നെ ഒരു കോയിൻ വാങ്ങേണ്ടിയിട്ട് ഒരു നോട്ട് കൊടുത്തു, അങ്ങനെ ഒരു കോയിൻ കൂടി വാങ്ങിയിട്ട് ഒരു നോട്ടും കൂടി കൊടുത്തു. ഇസ് 182736. അതായത് ഒരു 5 രൂപയുടെ നോട്ട് കോയിൻ നമ്മൾ കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് 5 രൂപയുടെ ഒരു നോട്ടാണ്. അല്ലെങ്കിൽ 5 രൂപയുടെ കോയിൻ നമുക്ക് കിട്ടിയപ്പോൾ നോട്ട് കിട്ടിയപ്പോൾ 5 രൂപയുടെ കോയിൻ നമ്മളെടുത്ത് നിന്ന് കുറഞ്ഞു. ആ ഒരു ഏത് രീതിയിലും നമുക്ക് ചിന്തിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ എന്താണ് ഒരു 5 രൂപയുടെ കോയിന് കൊടുത്തിട്ട് 2 5 രൂപയുടെ നോട്ട് നമുക്ക് ആരും തരില്ലല്ലോ. നോബഡി വിൽ ബി വില്ലിംഗ് ടു ഗിവ് ദാറ്റ്, റൈറ്റ്? സോ ദാറ്റ് സി 1-on-1 സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഒരു 5 rupees കോയിനിന് ഒരു 5 rupees നോട്ടാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സെയിം തിങ് ഗോസ് ഹിയർ ഓൾസോ. ഒരു 1 rupees കോയിന് ഒരു 1 rupeesൻ്റെ ഒരു 5 rupees കോയിന് ഒരു 5 rupees കോയിൻ കൊടുക്കുമ്പോൾ ഒരു 5 rupeesൻ്റെ നോട്ട് കിട്ടുന്നുള്ളൂ. സെയിം സിമിലർ ഒരു 1 കോയിൻ കൊടുക്കുമ്പോൾ 1 നോട്ട് കിട്ടുന്നുള്ളൂ. See, that is substitution is what is substitution? Delta y by delta x. Change in 7 minus 8. 7 minus 8 is 1. 2 minus 1, 1. 1 by 1, 1. Here also look, 6 minus 7, 1. 3 minus 2, 1. So 1 by 1, 1. അപ്പോൾ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? 1 ആണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ 5 rupees കോയിനും 5 rupee നോട്ടും എന്താണ്? പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടാണ്. ഇപ്പോൾ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ ഒരു ഗുഡ്, അതായത് നമുക്ക് രണ്ടും ഒരേപോലെയുള്ള, ഒന്നിന് പകരം മറ്റൊന്ന് വെച്ച് കൊടുക്കാനാണ്, നമുക്ക് ഒരു പ്രശ്നമില്ല. ആ രീതിയിലുള്ള ഒരു ക്ലോസപ്പിൻ്റെ പേസ്റ്റ്, ഒരു കോൾഗേറ്റിൻ്റെ പേസ്റ്റ്, രണ്ടും ഏകദേശം ഒരുപോലെ ആണെങ്കിൽ ഒരു പേസ്റ്റ് ഇല്ലെങ്കിൽ കോൾഗേറ്റ് ഇല്ല ക്ലോസപ്പ് അങ്ങ് വെച്ച് കൊടുത്താൽ മതി. പ്രത്യേകിച്ച് ഒരു വ്യത്യാസമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതുപോലെ ഒരേ രീതിയിലുള്ള ഒരു ഗുഡ്. അപ്പോൾ ഒരു ക്ലോസപ്പ് കൊടുത്തിട്ട് ഒരേ അളവിലുള്ള ഒരു ക്ലോസപ്പ് കൊടുത്തിട്ട് ഒരു കോൾഗേറ്റ് വാങ്ങാൻ ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാവില്ല. ഇഫ് ദർ ഇസ് നോട്ട് മച്ച് ഡിഫറൻസ് ബിറ്റ്വീൻ ദാറ്റ് പേസ്റ്റസ്. സോ that kind of good is known as perfect substitute. See the graph. Graph is a straight line. ഇവിടെ നമ്മളെ സ്ലോപ്പ് എന്താണ്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. പക്ഷെ എന്താണ്? ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ നമുക്ക് ഏത് സമയവും ഇൻഡിഫറൻസ് കർവ് ഇങ്ങനെ കോൺകേവ് പോലെ ആയിരിക്കില്ല. ഈ ഷേപ്പിലും എന്താവാം? നമ്മളെ ഇൻഡിഫറൻസ് കർവ് ഉണ്ടാവാം എന്നാണ് നമ്മളിതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഇത് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു കേസിലുള്ള എന്താണ്? ഇൻഡിഫറൻസ് കർവാണ്. ദിസ് ഈസ് ദ ഇൻഡിഫറൻസ് കർവിന് നമ്മൾ ഐ സി എന്നെല്ലാം പറയാറുണ്ട് ഷോർട്ട് ഫോമിലായിട്ട്. അപ്പോൾ ഇന്ന് ഇൻ ദിസ് സെഷൻ വി ലേൺഡ് അബൌട്ട് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. നമ്മൾ പറഞ്ഞു കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എപ്പോഴും നമുക്ക് എന്തല്ല ഫീസിബിൾ അല്ല. നമ്മളൊരു മാർക്കറ്റിൽ പോകുമ്പോൾ നമുക്ക് ഈ 100 യൂട്ടിലിറ്റി ഉള്ള ഓറഞ്ച്
50 യൂട്ടിലിറ്റി ഉള്ള ആപ്പിൾ അങ്ങനെ രീതിയിൽ നമ്മൾ പറയില്ല. സോ വി വിൽ ബി ഡൂയിങ് എ റാങ്കിങ്. സോ ദാറ്റ് കൈൻഡ് ഓഫ് റാങ്കിങ് ദ ഗുഡ്സ് ഈസ് നോൺ ആസ് ordinal utility analysis. Then we talked about monotonic preferences. A rational consumer will always prefer more of a good, or at least one more of a good, and make sure that the other good doesn't reduces. അതായത് ഒരു ഗുഡെങ്കിലും കൂടുതലുണ്ടോ എന്ന് അവർ നോക്കും. അതുപോലെ തന്നെ മറ്റേ ഗുഡിൽ ഒരു കുറവും വരാതിരിക്കാനുള്ളതും അതാ ഒരു തരം പ്രിഫറൻസിനെയാണ് നമ്മൾ മോണോട്ടോണിക് പ്രിഫറൻസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ടോക്ക്ഡ് അബൌട്ട് സം അതർ പ്രിഫറൻസസ് വിച്ച് ഈസ് ദാറ്റ് ഏതായാലും കുഴപ്പമില്ല, അതായത് ഏത് ഓപ്ഷൻ ആയാലും തരക്കേടില്ല, ഏതായാലും ആ ഒരു രീതിയിലുള്ള ദാറ്റ് കൈൻഡ് ഓഫ് തിങ് വാസ് നോൺ ആസ് ഇൻഡിഫറൻറ്റ് ആയിട്ടുള്ള ആ ഒരു ഇത്. നമ്മൾ നേരത്തെ ഷാജി പാപ്പനെ കുറിച്ച് പറഞ്ഞു. ഷാജി പാപ്പൻ ഹാഡ് 15 ബനാനാസ് ആൻഡ് 15 ആപ്പിൾസ് ആൻഡ് ഓറഞ്ചസ്. വി ആസ്ക്ഡ് ഹിം ടു വാട്ട് പ്ലോട്ട് ദാറ്റ് ഗ്രാഫ്. എന്നിട്ട് അത് ആ ഒരു മൂപ്പർ ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു മൊത്തം പോയിന്റ് നമ്മളൊരു കർവിൽ വരച്ചു. ദാറ്റ് കൈൻഡ് ഓഫ് കർവ് ഈസ് നോൺ ആസ് ഇൻഡിഫറൻസ് കർവ്. ആ ഇൻഡിഫറൻസ് കർവിലെ എല്ലാ പോയിന്റിലും ഷാജി പാപ്പൻ വാസ് ഈക്വലി ഹാപ്പി, ഈക്വലി സാറ്റിസ്ഫൈഡ്, equal utility. So that was the one curve. Then when we talked about MRS, marginal rate of substitution, which is delta y by delta x. അതായത് എത്ര ബനാനാസ് ഒരു എത്ര ഓറഞ്ചസ് ഒരു ആപ്പിളിന് വേണ്ടി കൊടുക്കാൻ ഷാജി പാപ്പ റെഡി ആയിരുന്നു. that thing was known as marginal rate of substitution. And we talked about the curve of a graph, curve of the indifference curve. Earlier that was concave. Now see, this is a straight line graph because this is perfect substitute. So that's the thing which we learned in this session.